ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 29-ാം തീയതി റഷ്യയിലായിരുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ വളരെ കൃത്യമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ആ പ്രസംഗത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം പ്രധാനമായി എടുത്തു പറഞ്ഞതെന്ന് നമുക്ക് വിശദീകരിക്കാം. അതോടൊപ്പം ഇത്തരം സന്ദർശനങ്ങളിൽ, പ്രത്യേകിച്ചും ശ്രീ അജിത് ഡോവൽ ഒരു രാജ്യത്തേക്ക് സന്ദർശനം നടത്തുമ്പോൾ ആ സന്ദർശനങ്ങളിൽ നമ്മൾ പൊതുലോകം കാണുന്ന കുറേ കാര്യങ്ങളും പൊതുലോകം കാണാതെ അണിയറയിൽ നടക്കുന്ന ചില കാര്യങ്ങളും ഉണ്ട്. ശ്രീ അജിത് ഡോവലിൻ്റെ റഷ്യ സന്ദർശനത്തിലും അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചും കൂടി നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോകമാകെ സംഘർഷഭരിതമാണ്. ഈ സംഘർഷഭരിതമായ ലോകത്ത് ഭാരതം എങ്ങനെയാണ് വളരെ നിശബ്ദമായി, വളരെ കൃത്യതയോടെ സ്വന്തം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് അജിത് ഡോവലിനെ കണ്ടുപഠിക്കണം. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ഫോളോ ചെയ്താൽ മതി. അദ്ദേഹം നടപ്പാക്കുന്നത് മോദി സർക്കാരിൻ്റെ നയങ്ങളാണ്. എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് ഭാരതത്തിലുണ്ടെങ്കിൽ അത് ശ്രീ അജിത് ഡോവലാണ്. അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് മോദിക്കും മോദി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന ആൾ അജിത് ഡോവലുമാണ്. അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ഇത്ര ഭംഗിയായിട്ട് കഴിഞ്ഞ 10-12 വർഷങ്ങളായി മുന്നോട്ട് പോകുന്നത്. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ ശ്രീ അജിത് ഡോവലിൻ്റെ ഈ ഒരു സന്ദർശനത്തിൻ്റെ ഒരു പ്രാധാന്യത്തിൽ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാന് വലിയ പണി കിട്ടാൻ പോവുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ താൽപ്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഇസ്ലാമിക ഭീകരവാദത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിലും അതേപോലെ ഇന്ത്യ വിരുദ്ധതയിലുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ശ്രീ അജിത് ഡോവലിൻ്റെ വിസിറ്റ് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഇതുവരെ ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ പിന്നാലെ ഉണ്ട് താനും. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അജിത് ഡോവൽ എന്തിനാണ് റഷ്യയിൽ പോയത്? റഷ്യയിൽ അദ്ദേഹം പോയത് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൻ്റെ മീറ്റിങ്ങിൽ, ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ്. ആ മീറ്റിങ്ങിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ പോയത് തന്നെ ലോകത്തിന് ഒരു കൃത്യമായ സന്ദേശമാണ്. കാരണം റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് പാശ്ചാത്യ ശക്തികളുടെ സ്കാനറിലാണ്. അവിടെ നിന്ന് വലിയ തോതിൽ ഉപരോധങ്ങളൊക്കെ നേരിടുന്നു. അമേരിക്കയുടെ ശത്രുപക്ഷത്താണ് അമേരിക്ക കൊണ്ട് നിർത്തിയിരിക്കുന്നത്.